ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുടിച്ച് 4 കാലം നിൽക്കുന്ന കെട്ടിയോമാരെയും കൊണ്ട് കെട്ടിയോളുമാരെല്ലാവരും കൂടെ ചേർന്നതേ ഒരു ലിഫ്റ്റിലേക്ക് അങ്ങ് കയറി. ആ ലിഫ്റ്റിൽ കയറിയ സമയത്തിന് ശ്രുതി എന്നാ ചെയ്തു, സച്ചിയുടെ ഫോൺ എടുത്ത് ശ്രുതിയുടെ ഫോണിൽ കോട്ടിലേക്ക് അങ്ങ് വെച്ചു. അപ്പോൾ പിന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ, സമാധാനമായി. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് സച്ചി ഫോൺ ശ്രദ്ധിക്കില്ല എന്നുള്ളൊരിതിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാം കൂടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ കാണാനില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞത് എവിടെ കിടന്ന സൂതിയ നേരം അച്ഛാന്നും പറഞ്ഞ് വിളിക്കുന്നു, പാട്ട് പാടുന്നു. അതുപോലെ ശ്രീകാന്ത് ഡാൻസ് കളിക്കുന്നു, സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ നിൽക്കുന്നു. നമുക്ക് ഒരു ഡാൻസ് കളിച്ചാലോ എന്ന് ചോദിച്ചുകൊണ്ട് സുധി. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇവിടെ ആടിയാടിയാണ് നിൽക്കുന്നത്, അവൻ്റെ ഡാൻസ് ഇവനെ ഞാൻ ശരിയാക്കുമെന്ന് പറഞ്ഞ് സച്ചി അടിക്കാൻ ചെല്ലുന്നു. രേവതിയാണെങ്കിൽ നാറിയിട്ട് മേലെ എൻ്റെ സച്ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് സച്ചി പിടിച്ചു വലിച്ച് ഇങ്ങനെയൊക്കെ നിൽക്കും കേട്ടോ. ഒരു മുഴുവനാവും കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ സ്റ്റഡി ആയിട്ടാണല്ലോ നിൽക്കുന്നത്, എന്നെ കൂടുതലൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ. അപ്പോൾ ആം ദ സ്റ്റഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ അവിടെ നിങ്ങൾ 3 പേര് ഇങ്ങനെ കണ്ട അച്ഛൻ അത് സഹിക്കാൻ പറ്റില്ല, വിഷമമാകുമെന്നൊക്കെ രേവതി പറയാം. അപ്പോൾ അങ്കിളൊക്കെ ഉറങ്ങിക്കാണും, ആൻറ്റി ആയിരിക്കും വാതിൽ തുറക്കുക എന്ന് ശ്രുതി പറയണം. എന്നിട്ട് പിന്നെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം 3 എണ്ണത്തിനെയും കൂടി. അപ്പോൾ ചെന്ന് വാതിൽ തുറക്കുന്നു. അങ്ങനെ വാതിൽ തുറന്നപ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ ഇറങ്ങി വന്നു. ഹലോ അച്ഛ, സുപ്രഭാതം എന്ന് പറഞ്ഞ് നിൽക്കുക. 3 മക്കളിൽ നിന്ന് ആടുന്നത് കണ്ടപ്പോൾ അച്ഛൻ ഞെട്ടിപ്പോയി. കൊള്ളാമെന്ന് പറഞ്ഞു. നല്ല ഗട്ടറുള്ള റോട്ടിൽ കൂടെ പോകുന്ന ബസ്സിലുണ്ടല്ലോ, അതിൽ യാത്രക്കാർ ഇളകി ആടുന്നത് പോലെ ഇളകി ആടുന്നുണ്ടല്ലോ എന്ന് അച്ഛൻ ബ്രേക്ക് ചവിട്ടച്ച എന്ന് ശ്രുതി. ഒരൊറ്റ ചവിട്ട് വെച്ചാന്ന് പറഞ്ഞല്ലോ, ബ്രേക്ക് എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ പൊന്ന് ശ്രുതി, അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, എന്ത് കഷ്ടമാണെന്ന് നോക്കിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എടാ നീയും കുടിച്ചല്ലേ എന്നാൽ ശ്രീകാന്തിനോട് ചോദിച്ചു. അപ്പോൾ ഇല്ല ബ്രോ, ഞാൻ കുടിച്ചിട്ടില്ല എന്ന് അച്ഛനോട്. നന്നായിട്ട് കുടിച്ച അങ്കിളിൽ നിന്ന്. അപ്പോൾ അങ്കിളല്ല ബ്രോ എന്നും പറഞ്ഞ് ശ്രീകാന്ത് പറയാം. അങ്ങനെ ഇവറ്റകളെ 3നും മിണ്ടി പോകരുതെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ പേടിപ്പിച്ചു. മോളെ ഇവനെ പിടിച്ചോ, വീഴും. പിന്നെ സച്ചിയുടെ കൂടെ സച്ചി നന്നങ്ങ് ആടി തിമിർക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിൽ നിന്ന് ഓരോന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പിള്ളേർ കുടിക്കത്തൊന്നുമില്ല, ഇവൻ കുടിപ്പിച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതും സച്ചിയുടെ തലയിൽ വെച്ച് കൊടുക്കുവാണ് ചന്ദ്ര. നീ ഇവരെയും നിന്നെ പോലെ ആക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മ സച്ചേട്ടൻ ആരുടെയും വായിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല, അവരായിട്ട് തന്നെ കുടിച്ചതാണെന്ന് രേവതി പറഞ്ഞു. വേണമെങ്കിൽ അവരോട് പോയി ചോദിക്കാനും പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ പോലെ എല്ലാവരും കുടിച്ചിട്ട് വന്നപ്പോൾ സന്തോഷമായാലും നിനക്കൊന്നും പറഞ്ഞു. അതിനും രേവതിയുടെ മെക്കിട്ട് കയറുന്നു. അപ്പോൾ നിന്നോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലേ മോളെ എന്ന് അച്ഛൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് അച്ഛൻ കേട്ടില്ല എന്ന് രേവതി. അത് ടേബിൾ മാനേഴ്സ് ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുള്ള് ഇവർ കുടിച്ചതാണെന്ന് ആരും പറയാം. എന്തോന്നാണോ ഇതെന്ന് ചോദിച്ചാൽ അച്ഛൻ. പക്ഷെ പാലും തൈരും പോലും പറ്റാത്തവനെ എൻ്റെ ശ്രുതിമോൻ എന്ന് നീ ശ്രദ്ധിക്കേണ്ടേ ശ്രുതി. അമ്മ അഭിലാഷ് സാറിന് കമ്പനി കൊടുക്കാൻ പോയതാണെന്ന് ശ്രുതി. അത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല ആൻറ്റി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക എല്ലാവരും. അതിൽ പ്രോബ്ലം ഒന്നുമില്ല അച്ഛാ, മോര് കുടിച്ചാൽ ശരിയായിക്കോളും, നമുക്ക് മുറി പോകാമെന്നും പറഞ്ഞുകൊണ്ട് വീടിന് പുറത്തേക്ക് പോവാം ശ്രുതി. മുറി ഇവിടെ വീടിനകത്താ, പുറത്തല്ലെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ചു അകത്തേക്ക് കൊണ്ടുപോവുക. പക്ഷേ ഈ ഫോൺ മാറിയ കാര്യങ്ങളൊന്നും ഇവരാരും അറിഞ്ഞിട്ടുമില്ല. അപ്പോൾ എൻ്റെ പൊന്ന് ശ്രുതി വാ എന്നും പറഞ്ഞിങ്ങനെ ആ ഒരു നിൽക്കുക. അപ്പോൾ വാ നില ആനങ്ങി പോകരുത്, ഒറ്റ ഇറങ്ങണമെന്ന് പറഞ്ഞു. ചന്ദ്രൻ നീ അകത്തേക്ക് എല്ലാം പറഞ്ഞു പോകത്ത് എന്നും പറഞ്ഞിട്ട് അച്ഛൻ അകത്തേക്ക് കയറി പോവുക, അമ്മയും കൂട്ടി. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും. ഇവരുകളെ പെരക്കകത്ത് കയറ്റിയതുമില്ല. അച്ഛൻ എന്തിനായിരിക്കും അകത്ത് പോയതെന്ന് ചോദിക്കുമ്പോൾ അത് മോരെടുക്കാൻ പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും ശ്രീകാന്തും അതെ എനിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ലീഡർഷിപ്പ് കിട്ടിയില്ലേ, എൻ്റെ ബിസിനസ് ഡെവലപ്പ് ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രുതി. അപ്പം അങ്ങനെ വിജയശ്രീ ലാളിതനായിട്ട് വന്ന് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാനാണ് അച്ഛൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ശരിയാന്ന് പറഞ്ഞ ശ്രീകാന്ത്. കുടിച്ചിട്ട് വന്നതിന് അച്ഛൻ നമ്മളോട് ക്ഷമിച്ചടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴത്തേക്കും കുറേ പായും തലേണ്ണയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവർക്ക് കൊടുത്തു. 3 പേര് ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ 3 പെണ്ണുങ്ങൾ അകത്ത് പോയി കിടക്കാൻ പറഞ്ഞു. അച്ഛാ അത് പിന്നെ എന്ന് പറഞ്ഞ് രേവതി പറഞ്ഞു കയറാനാ പറഞ്ഞത്. അങ്ങനെ ഇവരെ 3 പേരെയും തറയിൽ മുൻവശത്ത് നിർത്തിയിട്ട് പെൺമക്കളെ എല്ലാവരെയും കൂടെ അച്ഛൻ അകത്തേക്ക് വിടുക കേട്ടോ. ശ്രുതിയുടെ പ്ലാൻ അവിടെയും പൊളിഞ്ഞു. ആരതി ഒഴിഞ്ഞ് കേട്ടച്ച ആരതിനെ മോന്തി അടിച്ചാൽ പൊളിക്കും ഞാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കുടിച്ചിട്ട് വന്നിരിക്കാം 3 കൂടി. അതിനുള്ള ശിക്ഷ പുറത്ത് കിടന്നാൽ മതി എന്ന് പറഞ്ഞു. പുറത്ത് നല്ല തണുപ്പല്ലേ, ശ്രുതിയും ശ്രീകാന്ത് ഇവിടെ കിടക്കും, അവർ മാത്രം ഒന്ന് അകത്തേക്ക് കയറ്റാൻ പറഞ്ഞു. അപ്പം നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു ചന്ദ്രയോട്. അപ്പം സച്ചേട്ടൻ മാത്രം പുറത്ത് കിടക്കാനാണോ എന്ന് ചോദിച്ചു രേവതി. അവനത് ആദ്യമായിട്ടാണോ? അവനല്ലേ 2 പേരെയും കുടിപ്പിച്ചത്, പുറത്ത് കിടക്കട്ടെ എന്ന് ചന്ദ്രമതി പറയാം. അപ്പം ഞാൻ ഇവരെ കുടിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടോ തള്ളേ എന്ന് ചച്ചി ചോദിച്ചു. അപ്പോൾ പോടാ എന്ന് ചന്ദ്ര. അവർ കുടിച്ചതിന് ശേഷം ഞാൻ കുടിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ നീയോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ നേരെ ശ്രുതി. അപ്പോൾ അച്ഛ സോറി അച്ഛ എന്ന് പറഞ്ഞു ശ്രീകാന്ത്. അച്ഛാ ഒരു വട്ടത്തേക്ക് സോറി അച്ഛാ പ്ലീസ് അച്ഛാ എന്നും പറഞ്ഞിങ്ങനെ
ശ്രുതി പറയാം ഞാൻ ഒന്ന് കയറിക്കോട്ടെ അച്ഛാ. അപ്പം നിന്നോട് പഠിക്കാത്ത കയറുന്നല്ലടാ പറഞ്ഞത്, മനസ്സിലായില്ലടാ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നു. ഇനിയും നീ ഇത് ആവർത്തിക്കും, നീയൊക്കെ ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. ശ്രുതിയുടെ പ്ലാൻ അച്ഛനായിട്ട് പൊളിച്ചു. അയ്യോ ദേ അച്ഛാ പ്ലീസ് അച്ഛാ പ്ലീസ് അച്ഛാ. അച്ഛാ ദേ നോക്കി, ഞാനിവിടെ പുറത്ത് കിടന്നാലേ കൊതുക് കടിക്കും. ഈ അവസ്ഥയിൽ കൊതുക് കടിച്ചാൽ കൊതുക് ചത്തു പോകത്തുള്ളടാ. അത് മാറ്റണമെങ്കിലും പതുവിനെ പോണെന്ന് വെക്കാം. ശ്രുതിക്കാണെങ്കിൽ ഞാൻ കൂടെ ഇല്ലാതെ ഉറങ്ങാനും പറ്റത്തില്ല. അല്ല ശ്രുതി, അപ്പോൾ അവളൊന്നും ഉറങ്ങണ്ട, അവളവിടെ കുത്തി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അല്ല എന്ന് പറഞ്ഞ ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ കൊതുകടിയും കൊണ്ട് തണുത്ത് പറിച്ച് ഇവിടെ തന്നെ കിടന്നാൽ മതി, അപ്പോഴേ നിനക്കൊക്കെ ബുദ്ധി ഉദിക്കുള്ളൂ എന്നും അച്ഛൻ പറഞ്ഞു. അങ്ങനെ പണി പാളി. എന്നിട്ട് പെണ്ണുങ്ങളെ എല്ലാത്തിനും കൂടെ അകത്തേക്ക് കയറ്റാൻ നോക്കുക. ശ്രുതിയാണ് അമ്പിനും ബില്ലിനും എടുക്കുന്നില്ല. അകത്ത് കയറാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് 2 ഒച്ച വെക്കലും. ഇവന്മാരെ ഒന്നും അകത്ത് വരുന്ന പ്രശ്നമില്ലെന്നും പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഇവളുമാരെയും കൊണ്ട് അകത്തേക്ക് കയറി പോവുക. അപ്പോൾ വർഷയ്ക്കാണെങ്കിൽ അത് ഓക്കെ. വർഷ പറഞ്ഞു അങ്കിള് പറഞ്ഞതാ കറക്റ്റ്, പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഇവരകത്തേക്ക് കയറി പോവുക കേട്ടോ. ഇവരകത്തേക്ക് കയറി പോയ സമയത്ത് ഇവിടെ കിടന്നാൽ മതിയെന്ന് പറഞ്ഞു. ചന്ദ്ര നീ അകത്തേക്ക് വന്നേ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുക. ആ സമയത്ത് ശ്രുതി തന്നെ ആദ്യം അകത്തേക്ക് കയറി പോയിട്ടോ. അങ്ങനെ മക്കൾ 3 പേരും പുറത്ത് ഇങ്ങനെ നിൽക്കുന്നു. അച്ഛൻ വാതിലും അടച്ച് കുറ്റിയിട്ട് 3 പേരും തോളേക്കായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ എൻ്റെ പൊന്നെ, ആ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു, ശ്രുതിയുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഇടേണ്ടിയിരുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആര് കരുതി എന്നൊക്കെ ശ്രുതി ചിന്തിക്കാം. മുറിയിൽ ചെന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് സച്ചിയുടെ ഫോൺ എടുക്കാം. പുലരുന്നത് വരെ കാത്തിരുന്നാലേ ആകെ പ്രശ്നമാകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതിമോൾ ഇങ്ങനെ ഇരിക്കുക. പക്ഷേ അവർ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്ന് പിച്ചും പേയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നീയാണ് എന്നെ കുടിപ്പിച്ചോ, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതേ തോന്നിവാസം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വന്ന് സുധിയോട്. അപ്പോൾ നീയൊക്കെ കാരണമാടാ ഞാൻ കുടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി. 3 പേരും കൂടെ വർത്താനവും പറഞ്ഞ് ഉറങ്ങാതെ ഇരിക്കും കേട്ടോ. ശ്രുതിയാണെങ്കിൽ ഇവർ ഉറങ്ങുന്നതും ഇറങ്ങി വന്ന് ഫോൺ എടുക്കുന്നതും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരാണെങ്കിൽ കഥയും പറഞ്ഞ് അന്ന് ശ്രുതി പിച്ചെടുക്കാൻ പോയ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുക. അങ്ങനെ ഇവർ 3 പേരും ഭയങ്കര ലാവിഷായിട്ടിരിക്കുന്നത്. എന്തു പറയുന്നു, എന്ത് ചെയ്യുന്നു, എന്താണോ കാണിക്കുന്നത് ഇവർ പോലും അറിയുന്നില്ല. അങ്ങനെ ഇവർ 3 പേരും കൂടെ കഥയൊക്കെ പറഞ്ഞിരിക്കുക. നീയൊക്കെ വേറെ ഡ്രൈവർ, നീ വേറെ ഷെഫ്, ഞാനാരാടാ എന്നൊക്കെ കേൾക്കും. ഞാൻ വലിയൊരു ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞു. അയാൾക്കടെ ഒരു മാഗ്നറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്ത്. അപ്പോൾ എടാ മാങ്ങ, നീ മാഗ്നറ്റിലടാ, വെറും മണ്ണാങ്കട്ടയാണെന്ന് സച്ചി. അങ്ങനെ മുന്തായി തള്ളായി പിടിയായി. ഐ ആം നോട്ട് എ മണ്ണാങ്കട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി. അപ്പോഴത്തേക്കും എക്സ്ക്യൂസ് മീ, അതെ ഞാനിപ്പോൾ എവിടെയാണ് കിടക്കണ്ടേന്ന് ചോദിച്ചു ശ്രീകാന്ത്. നീ അവിടെ എങ്ങാനും കിടക്കണം അന്ന് സച്ചി. കറക്റ്റ് ഞാനിവിടെ കിടക്കാം. അപ്പോൾ എന്നാൽ ശരി ഓക്കെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ കിടന്നു. ഐ ആം മൾട്ടി മില്യണറോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ നിന്ന് പറയുക. ശ്രീകാന്ത് എന്നിട്ട് അവിടെ കിടന്ന് പാട്ടൊക്കെ പാടുന്നു, കഥയൊക്കെ പറയുന്നു. പിന്നെ സുധി അവിടെ കിടന്നു. സച്ചി ആണെങ്കിൽ ഉറങ്ങാതെ ഇങ്ങനെ വാതിലിൽ ചാരി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അയ്യോ എനിക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സുധി ഉറക്കത്തിൽ കിടന്ന് ആയാമിനോട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പറയുക. ഈ ഗോപുരം ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമോ എന്നിങ്ങനെ സുധി ചോദിക്കുക ഉറക്കത്തിൽ. അപ്പോൾ സച്ചി ഇവന് തന്നെ പറ്റിയെന്നും പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നോക്കട്ടോ. അപ്പോൾ രേവതി ഉറങ്ങി കാണുമോ, ഞാൻ വിളിച്ചാൽ അവളെ ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ പറയാം. മോളെ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എഴുന്നേറ്റ് പോകുമ്പോൾ നീ ഇതവിടെ പോവാടാന്ന് ചോദിച്ചു സുധി. ഞാനേ രേവതി ഉറങ്ങിയെന്ന് നോക്കാൻ. മോളെ രേവതി എന്നും പറഞ്ഞ് പുറത്ത് കിടന്ന് വിളിക്കും. അപ്പോൾ രേവതി വന്നപ്പോൾ ഈ ഒച്ച കേട്ടു. മോളെ രേവതിയേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കട്ടോ. രേവതി വന്ന് പതുക്കെ വാതിൽ തുറന്നപ്പോൾ സച്ചേട്ടൻ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ സച്ചി രേവതിയെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ അടിമുടി നോക്കി. അതേ വന്നല്ലോ, എൻ്റെ രേവതി വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. രേവതിക്ക് ദേഷ്യവും വരുന്നുണ്ട്. അതേ ചലന്തി വല. അപ്പോൾ എന്തിനാ വാതിലിൽ തട്ടിയേ എന്ന് രേവതി ചോദിച്ചു. അപ്പോൾ അത് പിന്നെ കുടിക്കാനോ നല്ലോണം അങ്ങ് കുടിച്ചിട്ടല്ലേ വന്നതെന്ന് ചോദിച്ചു. അല്ല അത് മദ്യമല്ലേ കുടിച്ചത്, ഇപ്പം വേണ്ടതേ പച്ചവെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ രേവതി ഇങ്ങനെ നമ്മളോട് മിണ്ടാതെ തലയും തിരിച്ചിങ്ങനെ നിൽക്കുക. സാരല്ല, തരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നിനക്കെടുത്ത് തരാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ കയറി എടുത്തോളാം എന്ന് പറഞ്ഞു. അതാ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ നിൽക്ക് ആവട്ടെ നിൽക്ക് വീട്ടിനകത്തേക്ക് കയറരുതെന്ന് അച്ഛൻ പറഞ്ഞത് മറന്നുപോയോ എന്ന് ചോദിച്ചു. അച്ഛൻ്റെ വാക്കിന് വില വയ്ക്കാതെ നിങ്ങളെന്ത് അകത്തേക്ക് പോവാണെന്ന് ചോദിച്ചു. അയ്യോ എനിക്ക് വെള്ളം വേണം കുടിക്കാൻ, പിന്നെ എനിക്ക് വെള്ളം വേണ്ട രേവതിയും ചോദിക്കുമ്പം ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ പോയി എടുത്തോണ്ട് വരാം, ഈ പടി ചവിട്ടരുത് പറഞ്ഞേക്കാമെന്നും പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് കയറി പോയി വെള്ളം എടുക്കാനായിട്ട്. എന്തോന്നാ ഇത് എൻ്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സുധിയും ശ്രീകാന്തും നല്ല ഉറക്കം. അവരെ 2 പേരെയും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ സച്ചി. കിടന്ന് പാട്ടൊക്കെ പാടി ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ എഴുന്നേറ്റൊക്കെ പോവുക.
സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇപ്പം അവർ ഉറങ്ങിക്കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ശ്രുതിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല, ഫോൺ എടുക്കാനും പറ്റുന്നില്ല. ആ സമയത്ത് രേവതി നമ്മുടെ സച്ചിക്ക് കുടിക്കാനുള്ള വെള്ളമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. കൊടുത്ത വെള്ളം മടാന്നും പറഞ്ഞു ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചു സച്ചി. ആ സമയത്ത് എന്നാ കൊണ്ടോക്കോ അതേ മോളെ രേവതി, സച്ചിയേട്ടനെ അത് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ പാണ്ടൊക്കെ ഇട്ടിട്ട് എങ്ങനെ ഉറങ്ങാനാ, പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒന്ന് ഉറങ്ങുന്നുണ്ടല്ലോ എന്ന് രേവതി പറയുമ്പോൾ അവരൊന്നും ഉറങ്ങിയതല്ല, അത് അവരെ ക്ലോസ് ആയതാ. നിങ്ങൾ നോക്കിക്കേ, അവരെ നോക്കിക്കേ, കണ്ടോ. അപ്പം കഷ്ടമെന്ന് പറഞ്ഞ് രേവതി അകത്തേക്ക് കയറി പോകുമ്പോൾ അയ്യോ രേവതി പോവല്ലേ ഞാനേ അകത്ത് എന്നിട്ട് ഡ്രസ്സെങ്കിലും ഒന്ന് മാറിക്കോട്ടെ. അപ്പോൾ ഒന്നും വേണ്ട, ഈ ഡ്രസ്സൊക്കെ തന്നെ ധാരാളം മതിയെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കാതെ മൂക്കറ്റം കുടിച്ചുകൊണ്ട് വന്നതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചേ, ഇവിടെ തന്നെ കിടന്നാൽ മതി കേട്ടോ എന്ന് രേവതി സച്ചിയോട് പറയുന്നു. ഒന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.